രാധേ രാധേ. ഒരു ദിവസം ഹനുമാൻ സ്വാമി നോക്കുമ്പോ സീതാദേവി സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഹനുമാൻ സ്വാമിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നും. എന്തിനായിരിക്കും സീതാദേവി ഇങ്ങനെ സിന്ദൂരം അണിയുന്നത്? അതറിയാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി സീതാദേവിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കും: മാതാവേ, അവിടുന്ന് എന്തിനാണ് സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്നത്? അപ്പോ അത് കേട്ടിട്ട് സീതാദേവി ഒരു ബ്രഹ്മചാരിയോട് പറയേണ്ട രീതിയിൽ തന്നെ മറുപടി പറയും. സീതാദേവി ഇങ്ങനെ പറയും: ഞാൻ ഇങ്ങനെ സിന്ദൂരം അണിയുന്നത് കൊണ്ട് ശ്രീരാമചന്ദ്രന് ഒരുപാട് സന്തോഷവും ക്ഷേമവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. മാത്രമല്ല അദ്ദേഹത്തിന് ദീർഘായുസും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹനുമാൻ ഒരുപാട് സന്തോഷമാകും. കുറച്ച് പൊടി സിന്ദൂരമെടുത്ത് സീതാദേവി സീമന്തരേഖയിൽ അണിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഇത്രയും ദീർഘായുസും ഐശ്വര്യവും ഉണ്ടാകുമെങ്കിൽ അത് മുഴുവൻ ഞാനെടുത്ത് അണിഞ്ഞാൽ എന്തുമാത്രം ക്ഷേമവും ഐശ്വര്യവും ദീർഘായുസും ഒക്കെ ശ്രീരാമചന്ദ്രൻ ഉണ്ടാകുമായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് അത്രയും ഭക്തി ശിരോമണിയായ ഹനുമാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന സിന്ദൂരം എടുത്ത് അത് മുഴുവൻ തന്റെ ശരീരത്തിൽ ആകമാനം എടുത്ത് മൂടും. സിന്ദൂരത്തിൽ മുങ്ങി ഹനുമാൻ ചുവന്ന നിറത്തിൽ കാണപ്പെടും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ അങ്ങോട്ടേക്ക് വരും. ശ്രീരാമൻ നോക്കുമ്പോൾ ഹനുമാൻ ചുവന്ന നിറത്തിൽ സിന്ദൂരത്തിൽ മൂടപ്പെട്ട് നിൽക്കുന്നു. നിജസ്ഥിതി മുഴുവൻ മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ ഒരുപാട് സന്തോഷത്തോടുകൂടി ഹനുമാനെ അനുഗ്രഹിക്കും. നീ ഭക്ത ശിരോമണി തന്നെയാണ്. അതുകൊണ്ട് ഭാവിയിൽ ആരാണോ നിന്നെ സിന്ദൂരം കൊണ്ട് പൂജിക്കുകയും സിന്ദൂരത്തിൽ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നത് ആ ആൾക്ക് ജീവിതത്തിൽ എന്നും വിജയവും നന്മയും ഐശ്വര്യവും മുഴുവൻ ഉണ്ടാകും. ആ ആൾക്ക് ജീവിതത്തിൽ ഒരു സങ്കടങ്ങളും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ഹനുമാനെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഹനുമാന് വേണ്ടിയിട്ട് എല്ലാവരും സിന്ദൂരത്തിൽ അഭിഷേകം ചെയ്യുന്നത്.